നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വെള്ളരിക്ക മോരുകറി അഥവാ പുളിശ്ശേരി. കഴുകി വൃത്തിയാക്കി വെച്ച വെള്ളരിക്കയിലോട്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് വെള്ളരിക്ക നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ലപോലെ വേവിച്ചെടുത്ത വെള്ളരിക്കയിലോട്ട് അരപ്പിന് തയ്യാറാക്കുന്ന അരമുറി നാളികേരം, എരിവിനാവശ്യമുള്ള പച്ചമുളക്, കുറച്ച് ചുവന്ന ഉള്ളി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത നമ്മുടെ അരപ്പ് നല്ല വെന്ത് വന്ന വെള്ളരിക്കയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കും. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അരപ്പിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ വേവിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫാക്കിയതിന് ശേഷം നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയും ഉപ്പും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ടേസ്റ്റ് വന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1 സ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മോരുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റായിട്ട് വളരെ ഈസി ആയിട്ടുള്ള മോരുകറി തയ്യാറാക്കിയിട്ടുണ്ട്. വിശദമായ വീഡിയോ ചാനലിൻ്റെ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.